പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദർശൻ അക്കാഡമി എന്നൊരു അക്കാഡമി കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പേ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ രാവിലെ 8 മണിക്ക് എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ 8:30 വരെ ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കും. അത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സാണ്. വൈകിട്ട് 8 മുതൽ 8:30 വരെ മലയാളത്തിൻ്റെ ക്ലാസ്സാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ സംബന്ധിക്കാം. ദർശൻ അക്കാഡമി ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആൻഡ് മലയാളം സ്പീക്കിംഗ്. മലയാളം സാധാരണ ആരും അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. അതിൽ താല്പര്യമുള്ളത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഇപ്പോൾ എന്ന വാക്ക് ഞാൻ പറഞ്ഞത് ഓർത്തിരിക്കുക. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ സംബന്ധിക്കാം. താല്പര്യമുള്ള വിദ്യാർത്ഥികളോ അധ്യാപകരോ ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഞാനിന്ന് കുറച്ച് വാക്കുകൾ, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, എൻ്റെ മലയാളം അറിയാതിരിക്കുമല്ലോ, ശൈലികളും പ്രയോഗങ്ങളും എന്ന വിധത്തിൽ കുറച്ച് വാക്കുകൾ ഞാൻ കുട്ടികൾക്കായിട്ടാണ് പറയുന്നത്. ചിലപ്പം സംടൈംസ് ഇറ്റ് മേ ബി യൂസ്ഫുൾ ഫോർ ദ ടീച്ചേഴ്സ് ഓൾസോ. ഫസ്റ്റ് വേർഡ് ഈസ് എ ബെഡ് ഓഫ് റോസ്, പൂമെത്ത. എ ചൈൽഡ്സ് പ്ലേ, കുട്ടിക്കളി. എ ബേർഡ്സ് ഐ വ്യൂ, വിഹക വീക്ഷണം. എ ബൂസം ഫ്രണ്ട്, പ്രാണസുഹൃത്ത്. ഓൾ എലോങ് ദ വേ, വഴിനീളെ. എ ഡേ ഡ്രീം, ദിവാസ്വപ്നം. എ ഡെസ്റ്റിറ്റ്യൂട്ട് പേഴ്സൺ, അഗതിയായ മനുഷ്യൻ, അഗതി. എ ഡൗട്ടിംഗ് തോമ, നേരിട്ടു കാണാതെ വിശ്വസിക്കാത്തവർ. എ ഗുഡ് റൗണ്ട് സം, ഒരു ഗണ്യമായ തുക. എ ഡിസീസ് ഹാർഡ് ടു ക്യൂർ, മാറാവ്യാധി. അനാർക്കഫ്രൗ, തികഞ്ഞ പോക്രി. ആൻഡ് എ പേഴ്സൺ ഓഫ് ഡിസ്റ്റിങ്ഷൻ, ഉന്നത പദവിയിലെത്തുന്നവൻ. ആൻഡ് ഒബ്സ്റ്റിനേറ്റ് മാൻ, ദുശാഠ്യക്കാരൻ. അബ്സ്റ്റെയിൻ ഫ്രം എന്ന് പറഞ്ഞ വേറൊരു വാക്ക്, അബ്സ്റ്റെയിൻ, ദാറ്റ് ഐ വിൽ ടീച്ച് ലൈറ്റർ. ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന്. എ നോട്ടി വുമൺ, അഹങ്കാരിയായ സ്ത്രീ. എ മാൻ ഓഫ് ഹിസ് വേർഡ്, വാക്കു പാലിക്കുന്നത്. എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി, സത്യവാൻ, അല്ലെ സമഗ്രതയുള്ളവനെന്ന് വേണേൽ പറയാം. എ മാൻ ഓഫ് റിച്ച് ഇൻ മോറൽ മെറിറ്റ്, ധർമ്മിഷ്ഠൻ. ഓൾ ഓൺ എ സഡൻ, പെട്ടെന്ന്. ആൻ ഓപ്പൺ സീക്രറ്റ്, പരസ്യമായ രഹസ്യം. എവേ ഫ്രം, അകലെ മാറി. അറ്റ് എനി ടൈം, ഏതു സമയത്തും. By all these words you can make sentence that I will teach later. Away from, അകലെ മാറി. ഓക്കെ. അറ്റ് ആംസ് ലെങ്ത്, കൈ അകലത്തിൽ, എത്തിപ്പിടിക്കാനാകുന്ന വിധം. ബിറ്റ് ബൈ ബിറ്റ്, അല്പാൽപമായി. ബൈ ദ വേ, അതിരിക്കട്ടെ. ബൈ ദ വേ, സാധാരണ നമ്മൾ ബൈ ദ ബൈ ആണ്. ബൈ ദ വേ, അതിരിക്കട്ടെ, സംഭാഷണത്തിൽ. ബൈ ഡിഗ്രി, ക്രമേണ. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, വധശിക്ഷ. ക്യാച്ച് റെഡ് ഹാൻഡഡ്, കൈയോടെ പിടിക്കുക. ക്ലോസ് ടു, അടുത്ത്. ഡേ ബൈ ഡേ, ദിനം പ്രതി. ഡു നോട്ട് ടേക്ക് ഇറ്റ് എയിംസ്, തെറ്റിദ്ധരിക്കരുത്. എവറി നൗ ആൻഡ് ദെൻ, ഇടയ്ക്കിടെ, ധാരാളമായി. ഫേസ് ടു ഫേസ്, മുഖാമുഖം, അല്ലെങ്കിൽ മുഖത്തോട് മുഖം. ഫെയർ പ്ലേ, നല്ല പെരുമാറ്റം. ഫാൻ ഓഫ് ഫയർ, എരുതിയിൽ എണ്ണയൊഴിക്കുക. ഫാർ ആൻഡ് വൈഡ്, എല്ലായിടത്തും. ഫോർ ഓൾ ദാറ്റ്,
അങ്ങനെയെങ്കിലും ഫ്രം ഹാൻഡ് ടു ഹാൻഡ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ഫ്രം ടൈം ടു ടൈം, കാലം തോറും, ഫ്രം ടൈം ടു ടൈം, കാലം തോറും, ഫ്രം ദ ടൈം ബീങ്, തൽക്കാലത്തേക്ക്, ഫോർ ദ മോസ്റ്റ് പാർട്ട്, മിക്കവാറും, ഫെയർ വിത്ത് ആങ്കർ, രോഷാകുലനാകുക, ഫെയർ ഇൻ ഡിവോഷൻ, ദൃഢഭക്തിയുള്ള, ഫൈൻഡ് ഫോൾട്ട് വിത്ത്, കുറ്റം കാണുക, ഫ്രം ഹേർട്ട് ടു ഫുഡ്, കേശാധിപതം, അടിമുടി, ഫ്രം ഓൾ ദ വേർഡ്, എന്തു വന്നാലും, ഹാർട്ട് ആൻഡ് സോൾ, അത്യന്തം ശുഷ്കാന്തിയോടെ, അതർവൈസ് സർവാത്മന, ഹോട്ട് ബ്ലഡഡ്, എളുപ്പം ശോഭിക്കുന്ന, ഹിതർ ആൻഡ് ദേർ, ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും, അസ്റ്റിൽ ആൻഡ് ബസ്റ്റിൽ, ദറ്റ്സ് എ വണ്ടർഫുൾ വേർഡ്. യെസ്റ്റർഡേ ഐ വാസ് റീഡിങ് ദാറ്റ് ഇൻ എ ബുക്ക്, ഫ്രം ദാറ്റ് എ ബുക്ക്. തിക്കും തിരക്കും, അല്ലെങ്കിൽ ഒരുപാട് ബഹുലതയുള്ള, when we are going to the city we used to say hustle and bustle. In due course, കാലക്രമത്തിൽ, യഥാക്രമം, over and above, അതിനെല്ലാം പുറമേ, yes, on that account, അത് നിമിത്തം, out of use, ഉപയോഗമില്ലാത്ത, out of breath, കിതയ്ക്കുന്ന, ശ്വാസമില്ലാത്ത, ഔട്ട് ഓഫ് ഡേറ്റ്, കാലം കഴിഞ്ഞ, ഔട്ട് ഓഫ് റീച്ച്, പ്രാപ്യമില്ലാത്ത, എത്തിപ്പിടിക്കാൻ കഴിയാത്ത, ഓൺ ബിഹാഫ് ഓഫ്, വേണ്ടി, അല്ലെങ്കിൽ എന്തിനു വേണ്ടി, ഓൺ ബിഹാഫ് ഓഫ് വാട്ട് യു ആർ ഡൺ ഇറ്റ്, ഓൺ ബിഹാഫ് ഓഫ് വാട്ട് യു ആർ ഗോയിങ്. ദെൻ വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, പുട്ട് എ സ്റ്റോപ്പ് ടു, നിർത്തുക, പുട്ട് അപ്പ് വിത്ത്, സഹിക്കുക, വിരാമമിടുക, ദ ഡേ ഈസ് ഫാർ സ്പെൻറ്റ്, പകൽ കഴിയാറായി, ദ ഡേ ഈസ് ഫാർ സ്പെൻറ്റ്, എനിക്ക് ഷെല്ലിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ദിസ്, ഓക്കെ. ദ അതർ വേൾഡ്, പരലോകം, ടു ആൻസർ ഫോർ, ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരിക, ടു ബി ബോൺ വിത്ത് സിൽവർ സ്പൂൺ ഇൻ ദ മൗത്ത്, വായിൽ വെള്ളിക്കരണ്ടിയുമായി സമ്പന്നതയിൽ ജനിക്കുക. സോ ടുഡേ ഐ എം സ്റ്റോപ്പിംഗ് ഇറ്റ്. സോ ഐ എം ആസ്കിങ് ദാറ്റ് ദോസ് ഹു വാണ്ടഡ് ടു സ്റ്റഡി, യു ജസ്റ്റ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് കുറച്ച് പഠിക്കുകയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം വെച്ച് ഒത്തിരി സെൻറ്റൻസ് ഉണ്ടാക്കി. യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് സെൻറ്റൻസ് ഔട്ട് ഓഫ് ഇറ്റ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത് നിങ്ങൾ എപ്പോഴും കേൾക്കണമെന്നില്ല. നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോഴോ, അടുക്കളയിലിരിക്കുമ്പോഴോ, ഭക്ഷണം കഴിക്കുമ്പോഴോ, യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇത് നോക്കണമെന്നില്ല, വെറുതെ ഇത് കേൾക്കുക. പതുക്കെ കേൾക്കുമ്പം നിങ്ങളുടെ കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഇതൊന്ന് പതിയും. ഇത് ഓട്ടോമാറ്റിക്കലി കേട്ടിരിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഒരു യേശുദാസിൻ്റെ ഒരു പാട്ട്, അല്ലെങ്കിൽ ഒരു യേശുദാസിൻ്റെ, അല്ലെങ്കിൽ 1000 പാദസ്വരങ്ങൾക്കിലും, ഇതാരണ്ട് പഠിപ്പിച്ചിട്ടാണ്. കാനന ഛായയിൽ ആടുമേയ്ക്കാൻ ജനിച്ചു വീഴുന്ന കൊച്ചിത് പാടിക്കൊണ്ട് ഇറങ്ങി വരുന്നു. ഞാനും വരട്ടെയോ, എന്താ ഇത് കേട്ട് വായോട് മൗത്ത് ടു മൗത്ത് കേട്ടാ ലൈക്ക് ദറ്റ്. ഇതൊന്നും പഠിക്കാൻ വേണ്ടി പ്രത്യേക സമയം കളയണ്ട. ഞാൻ എല്ലാ ദിവസവും കുറേ ഇട്ട് തരാൻ സമയം അനുസരിച്ച് ഇത് നിങ്ങൾ പ്ലേ ചെയ്യുക. നിങ്ങൾ പ്ലേ ചെയ്യുമ്പം അറിയാതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇതങ്ങ് എത്തിക്കൊള്ളും. എന്നിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, കൊടുക്കും തോറും കൂടുകയും കൊടുത്താൽ നഷ്ടമാകാതിരിക്കുകയും ചെയ്യും. എന്നോടൊപ്പം എൻ്റെ തോളിന് മുകളിൽ മറ്റൊരാൾ വളർന്നു വരുമ്പോഴാണ് ഒരധ്യാപകനാകുന്നത്. ഏവർക്കും നന്മയുടെ നല്ല ദിവസം.